അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഏറെ സ്നേഹം നിറഞ്ഞ ഫോക്കസിന്റെ പ്രിയങ്കരരായ സുഹൃത്തുക്കളെ, ഒട്ടേറെ അറബിക് മത്സര പരീക്ഷകൾ നേരിട്ടവരും അനുഭവിച്ചവരും കണ്ടറിഞ്ഞവരും അതുവഴി ചിലരൊക്കെ പല പോസ്റ്റിലേക്ക് കയറിയവരുമൊക്കെ ആയിരിക്കും. വളരെ കുറച്ചു പേർ അങ്ങനെയുള്ളവരുമായിരിക്കും. അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഉയർന്ന വിദ്യാപീഠങ്ങളിലേക്ക് പ്രധാനപ്പെട്ട യോഗ്യതയായിട്ട് പരിഗണിക്കുന്നത് ഈ പരീക്ഷയാണ്. നമ്മുടെ മുമ്പിൽ നിലവിൽ സെറ്റ് എക്സാമിന്റെ അപേക്ഷയ്ക്ക് വിളിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മിനിയാന്ന് മുതൽ 24-ാം തീയതി മുതൽ മെയ് 22 വരെ ആണ് അതിന്റെ അപേക്ഷിക്കാനുള്ള സമയം. നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽ അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. സാധാരണയായി നമ്മുടെ പരീക്ഷ വരാറുള്ളത് ജൂലൈ മാസത്തിലാണ്. ജൂലൈ 20-ന്റെയും 23-ന്റെയൊക്കെ ഇടയ്ക്കാണ് സാധാരണ വരാറുള്ളത്. ഫിക്സഡ് അല്ല എങ്കിലും ആ ഒരു രീതിക്കാണ് സാധാരണ വരാറുള്ളത്. അതനുസരിച്ച് നമ്മുടെ മുമ്പിൽ 2 മാസമാണ് കൃത്യമായിട്ടുള്ളത്, 2-2.5 മാസം. സെറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 2 പേപ്പറുകളാണുള്ളത്. ഞാൻ വിശദമായി അതിലേക്ക് കടക്കുകയല്ല. നമുക്ക് സെറ്റ് എക്സാമിനെ കുറിച്ചുള്ള വിശദമായ ഒരു ഓറിയന്റേഷൻ ഈ സെഷനിൽ തന്നെ വരാനുണ്ട്. അതിലൊരു പേപ്പർ അറബിക്കാണ്, മറ്റൊരു പേപ്പർ ജനറൽ ആണ്. ഈ 2 പേപ്പറും പ്രധാനപ്പെട്ടതാണ്. 120 വീതം ചോദ്യങ്ങളുള്ള 2 പേപ്പറുകളാണ്. ജനറലിന് പൊതുവെ ചില ഏരിയകളൊക്കെ ടഫുള്ള ഏരിയകളും ഒക്കെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് സൂചിപ്പിച്ചു വരുന്നത്, ഇന്ന് നമ്മുടെ ഒരു ഉദ്ഘാടന സെഷനാണ് നടക്കുന്നത്. നാളെ മുതൽ റെഗുലറായി നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളുമായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദ വിവരം നമ്മുടെ ഗ്രൂപ്പുകളിൽ വരും, ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. കൂടുതൽ ഈ സമയത്ത് ദീർഘിപ്പിക്കുകയല്ല. നമ്മുടെ ഇന്നത്തെ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഓറിയന്റേഷൻ സെഷൻ തന്നെയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ സെഷനിൽ സംഗമിച്ചിരിക്കുന്ന ഒരുപാട് ഫോക്കസിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. പ്രത്യേകിച്ചും 2026 ജൂലൈ ബാച്ചിലേക്ക് ഫീ അടച്ചുകൊണ്ട് ഫോക്കസിന്റെ കൂടെ വന്ന പ്രിയങ്കരായ സുഹൃത്തുക്കൾ, അവരെ വളരെ ഹൃദ്യമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു ഗ്രൂപ്പുകളിൽ നിന്നും നമ്മുടെ ഈ ലിങ്ക് വഴി ഫോക്കസിന്റെ ഈ സെറ്റ് ഓറിയന്റേഷൻ പ്രോഗ്രാം കേൾക്കാനായി വന്ന ഏറെ സ്നേഹാദരണീയരായ സുഹൃത്തുക്കൾ, അവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സെഷന് ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഫോക്കസിന്റെ പ്രധാന അഡ്മിന്മാരിൽ ഒരാളായ ഡോക്ടർ നസ്രുദ്ദീൻ സാറാണ്. സാദരം നസ്രുദ്ദീൻ സാറേയും സ്വാഗതം ചെയ്യുകയാണ്. ശേഷം സെറ്റ് പരീക്ഷാ സംബന്ധമായ ഓറിയന്റേഷൻ നിർവഹിച്ചുകൊണ്ട് വിശദമായി സംസാരിക്കുന്നത് ഫോക്കസ് അഡ്മിന്മാരിൽ പ്രധാനിയായിട്ടുള്ള ഖാലിദ് സാറാണ്. വളരെ ഹൃദ്യമായി ഖാലിദ് സാറേയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഫോക്കസിന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്ത് നമ്മുടെ ഈ ഔപചാരികമായ ഈ ഉദ്ഘാടന സംഗമത്തിന് ഉദ്ഘാടന ഭാഷണം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ നസ്രുദ്ദീൻ സാറെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ ഫോക്കസ് സെറ്റ് പഠിതാക്കളെ, നമ്മളിന്ന് സെറ്റ് എക്സാം, ഈ വരുന്ന സെറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ, നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, പ്രധാനപ്പെട്ട
മത്സര പരീക്ഷകൾ, സെറ്റ്, നെറ്റ്, കേട്ടറ്റ് പോലത്തെ മത്സര പരീക്ഷകൾക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം നമുക്കൊക്കെ അറിയാം, സിലബസ് നന്നായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓൾഡ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കണം. ജസ്റ്റ് ഒന്ന് വായിച്ച് ആൻസർ കീ നോക്കി പോവല്ല, ഓൾഡ് ക്വസ്റ്റ്യൻസ് നന്നായി ഓപ്ഷനുകളടക്കം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, നമ്മൾ കൂട്ടമായി പഠിക്കാൻ ശ്രമിക്കണം. എക്സാമിന് പലപ്പോഴും നമുക്ക് വരുന്നൊരു പ്രശ്നം, ഒരു പ്രോബ്ലം, പലപ്പോഴും കൺഫ്യൂഷൻസ് വരികയാണ്. നമ്മൾ ഇന്നലെയും ഈ ആഴ്ചകളിൽ നടന്ന പല PSC എക്സാമുകളിലും പലരും അനുഭവം പറഞ്ഞത് പഠിച്ച കാര്യമായിരുന്നു, മനസ്സിൽ ഉറപ്പിച്ച കാര്യമായിരുന്നു, പക്ഷെ അത് മറന്നുപോയി, കൺഫ്യൂഷൻ വന്നുപോയി, തെറ്റിപ്പോയി. അങ്ങനെ അറിയുന്ന കാര്യങ്ങൾ തന്നെ ഓരോ എക്സാമിനും 4, 5, 6 ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകുന്നതിന് ഒരു പ്രതിവിധിയാണ് നമ്മൾ ചർച്ച ചെയ്ത് പഠിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് ആവർത്തിച്ച് വായിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളിൽ, പ്രത്യേകിച്ച് സെറ്റ് എക്സാമിന് ആദ്യ തവണ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് ആദ്യ അവസരത്തിൽ തന്നെ സെറ്റ് കിട്ടാനുള്ള വഴികൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഫോക്കസ് വർഷങ്ങളായി വളരെ സിസ്റ്റമാറ്റിക്കായ രൂപത്തിൽ സെറ്റ് എക്സാമിന്റെ കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാനദണ്ഡങ്ങളിലൂടെ സിലബസ് അടിസ്ഥാനത്തിൽ ഓൾഡ് ക്വസ്റ്റ്യൻ റെഫർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളിലൂടെ, അതോടുകൂടെ വ്യത്യസ്ത ആളുകൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താനുള്ള രൂപത്തിലുള്ള അവസരങ്ങളൊക്കെ നൽകിക്കൊണ്ട് അൽഹംദുലില്ലാഹ് കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബാച്ചിന്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കും കൂടുതൽ പേർക്കും. ശരാശരി സെറ്റ് കോച്ചിങ്ങിന്റെ റിസൾട്ടിന്റെ ശതമാനം നോക്കുമ്പോൾ അതിനൊക്കെ എത്രയോ മുകളിലായിരുന്നു ഫോക്കസിന്റെ സെറ്റിന്റെ വിജയ ശതമാനം. അൽഹംദുലില്ലാഹ് ഇനിയും അങ്ങനെ വരുന്ന എക്സാം റിസൾട്ടിലും അങ്ങനെ കാണട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ എളുപ്പത്തിൽ നന്നായി പഠിക്കാനും എളുപ്പത്തിൽ സെറ്റ് നേടാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളോട് ഈ ഒരു സമയത്തിൽ പറയാനുള്ളത്, ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ, നിങ്ങൾക്ക് സെറ്റ് നേടാൻ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാകും. പക്ഷേ നിങ്ങൾ ആ ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രം ലക്ഷ്യത്തിലെത്തണം എന്നില്ല. മറിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഒരു പടി മുന്നിൽ നമ്മളുണ്ടാകും. ആ റൂട്ട് കാണിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ പിന്നിൽ നമ്മളോട് കൂടെ ഓരോ ക്ലാസ്സുകളിലും, ഓരോ ടെസ്റ്റുകളിലും, ഓരോ ചർച്ചകളിലും ഒക്കെ നിങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ് വരുന്ന സെറ്റ് എക്സാമിന് റിസൾട്ടിൽ ക്വാളിഫൈഡ് സെറ്റ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ, രജിസ്റ്റർ നമ്പർ അടിക്കുമ്പോൾ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഫോക്കസ് നിങ്ങൾ അനുമോദിച്ചുകൊണ്ട് ആശംസകൾ നിങ്ങൾ അറിയിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കിടയിലൊക്കെ നിങ്ങൾക്ക് ധൈര്യസമേതം ഐ ക്വാളിഫൈഡ് സെറ്റ് എന്ന് സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒക്കെ വാങ്ങാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു നിമിഷം, ആ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഈ വരുന്ന സെറ്റ് എക്സാം കഴിയുമ്പോഴേക്കും നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മുതൽ ഒരു തുടക്കമായി കണ്ട്, പല തടസ്സങ്ങളും ഉണ്ടാവും. നമ്മൾ സീരിയസ് ആയി എന്തെങ്കിലും ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പല തടസ്സങ്ങളും വരിക. തടസ്സങ്ങൾ പലതും ഉണ്ടാവും, പക്ഷെ ലക്ഷ്യത്തിലെത്താൻ ആ തടസ്സങ്ങളൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസാമ റഹ്മാനി സാർ, നസ്രുദ്ദീൻ സാർ,
ഏറെ പ്രിയങ്കരായ ഫോക്കസ് അക്കാഡമിയിലെ സെറ്റ് പഠിതാക്കളെ, നാം മനസ്സിലാക്കിയ പോലെ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ജൂലൈയിൽ നടക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എന്തായിരുന്നാലും നമ്മൾ സെറ്റ് നേടിയെടുക്കും എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു പഠന സംരംഭത്തിന്റെ തുടക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഈ സന്ദർഭത്തിൽ ഓൾറെഡി മുമ്പ് സെറ്റ് എഴുതിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ആദ്യമായിട്ട് എഴുതുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ സെറ്റ് അല്ലെങ്കിലും മറ്റു വ്യത്യസ്ത കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതില് സെറ്റ് ഓൾറെഡി എഴുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം സെറ്റ് എക്സാമിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവും. എന്നാൽ തീരെ അറിയാത്ത ആളുകൾ കൂടെ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നതുകൊണ്ടാണ് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിൽ അറിയുന്ന ആളുകൾ നിങ്ങളൊരു ഒന്നുകൂടെ നിങ്ങളുടെ ആ ഒരു പരിചയം പുതുക്കുക എന്നുള്ളത് മാത്രം എടുത്താൽ മതി. ഒന്നാമതായി എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളിപ്പോ ഒരു കോഴ്സിന്റെ തുടക്കത്തിൽ എന്ന നിലയിൽ എന്തായിരുന്നാലും നമുക്കൊരു മോട്ടിവേഷൻ ഓൾറെഡി ഉണ്ടാവും. കാരണം ചെറിയൊരു ഫീ നമ്മൾ അടച്ച ആളുകളായിരിക്കും. ഒന്നും കാണാതെ നമ്മൾ എന്തായിരുന്നാലും ചെറിയൊരു ഫീ അടക്കൂല. ഫോക്കസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാല ബാച്ചിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഫോക്കസിലെ ഏതെങ്കിലും ഗ്രൂപ്പുകളിലുള്ള ആളുകളോ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ഫീ മാത്രമേ ഈ ഒരു സെറ്റ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അടച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോ കോഴ്സിന്റെ വലിപ്പം നിങ്ങൾ ആ ഒരു സംഖ്യയുമായി ഒരിക്കലും തുലനം ചെയ്യരുത് എന്നാണ് എല്ലാവരോടും ആദ്യം തന്നെ പറയാനുള്ളത്. നേരത്തെ നസ്രുദ്ദീൻ സാർ സൂചിപ്പിച്ച പോലെ ടോട്ടലി സെറ്റ് എക്സാമിന്റെ റിസൾട്ട് നോക്കുന്ന സന്ദർഭത്തിൽ ഫോക്കസിന്റെ റിസൾട്ടും ആയി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിജയ ശതമാനമാണ് അറബിക്കിൽ ഉണ്ടാവാറുള്ളത്. അതൊരിക്കലും നമ്മുടെ ഒരു കോച്ചിങ്ങിന്റെ മാത്രം പ്രത്യേകതയല്ല, മറിച്ച് കൃത്യമായി ഇത്തവണ സെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്ന നിലയിൽ നമ്മൾ നൽകുന്ന ആ ഒരു ക്ലാസ്സിനോടൊപ്പം കൂടെ സഞ്ചരിക്കുകയും നിങ്ങളുടേതായ ഭാഗത്ത് നിന്ന് നല്ലൊരു ശ്രമവും കൂടി ഉണ്ടാവുമ്പോഴാണ്, എല്ലാം കൂടി യോജിക്കുമ്പോൾ മാത്രമാണ് ഈ രൂപത്തിലുള്ള നല്ല റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മളൊക്കെ സെറ്റ് എന്തിനു വേണ്ടിയിട്ട് നേടുന്നു അല്ലെങ്കിൽ നേടിയെടുക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിലൊക്കെ ഉത്തരമുണ്ട് അല്ലേ? കാരണം ഹയർ സെക്കൻഡറി അധ്യാപകരാവാനുള്ള മിനിമം യോഗ്യതയാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകരാവുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ PSC വഴി തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകരാവാൻ സാധിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും സ്വപ്നം. ഇപ്പൊ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ആരുടെയും കാല് പിടിക്കാതെ 5 പൈസ കൊടുക്കാതെ PSC വഴി തന്നെ ഹയർ സെക്കൻഡറിയിൽ അധ്യാപകരാവണം എന്ന സ്വപ്നമില്ലാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ആ നിലയിൽ നിങ്ങൾ കൃത്യമായി നല്ല പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സെറ്റും അതോടുകൂടെ തന്നെ തൊട്ടടുത്ത് വരാനിരിക്കുന്ന HSST എക്സാമിനേഷനുള്ള നല്ലൊരു പ്രിപ്പറേഷൻ കൂടെ ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു കോച്ചിങ് എന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം 2023 അറബിക്കിന്റെ HSST എക്സാം നടന്നത്. അതിപ്പോ കഴിഞ്ഞ ലിസ്റ്റ് വന്ന് ഇനിയിപ്പോ ഏതാനും ചില മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ആ ഒരു ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടാവുക. മാത്രമല്ല മറ്റു പല വിഷയങ്ങളിലും HSSTയുടെ നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം ഈ ഒരു മെയ് മാസത്തിൽ നടക്കാനിരിക്കുകയാണ്. അറബിക്കിൻ്റെത് അതേപോലെ തന്നെ ഏതാനും ചില വിഷയങ്ങളുടെ മാത്രമേ വരാനുള്ളൂ. അപ്പൊ അത് ഡേറ്റ് കഴിയണം എന്നില്ല എന്നർത്ഥം. അതിനു മുമ്പ് തന്നെ എക്സാം നടന്നേക്കും. അപ്പൊ ഒരു പക്ഷേ നമ്മളിപ്പോ ഈ ഒരു ജൂലൈയിൽ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനോടടുപ്പിച്ചായിരിക്കും ഒരു പക്ഷെ നോട്ടിഫിക്കേഷൻ HSSTയുടേത് വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോ നിങ്ങൾ ഈ ജോയിൻ ചെയ്ത് ഇനിയുള്ള ദിനങ്ങളിൽ നിങ്ങളുടെ ഓരോ
ഓരോരുത്തരുടെയും കൈകളിലുള്ള ഫോണിലേക്ക് നമ്മുടെ ഈ സെറ്റിന്റെ 4 ഗ്രൂപ്പ് ഉണ്ടാവും. അതിലിപ്പോ മെയിൻ ഗ്രൂപ്പായി 2 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതിൽ ജനറൽ പേപ്പറിന്റെ ഗ്രൂപ്പിൽ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, നോട്ട്സ്, മോഡൽ ടെസ്റ്റുകൾ എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അറബിക്കിന്റെ ഗ്രൂപ്പിലേക്ക് ആ അറബിക്കിന്റെ സിലബസുമായി ബന്ധപ്പെട്ട നോട്ട്സും ക്ലാസ്സും മോഡൽ ടെസ്റ്റുകളും ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഈ തുടക്കത്തിലുള്ള ആവേശത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങി, പിന്നെ ഒരു പക്ഷേ ചിലരുടെ ആവേശം ഉണ്ടാവും എപ്പോഴാന്ന് വെച്ചാൽ ഹാൾ ടിക്കറ്റ് കയ്യിൽ കിട്ടുന്ന സന്ദർഭത്തിലായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇപ്പൊ ഒരു വെക്കേഷൻ സമയത്താണുള്ളത്, ഒരു പക്ഷെ തിരക്കുള്ള ആളുകളും ഈ സമയത്ത് ഉണ്ടാവും. വെക്കേഷൻ ഒന്നും ഇല്ലാതെ മറ്റു പിന്നെ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ക്ലാസ് ഒരു പക്ഷെ അല്ലെങ്കിൽ ഡ്യൂട്ടി ഒരു പക്ഷെ ഉണ്ടായിരിക്കാം. എന്നാലും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കുറച്ച് സമയം കിട്ടുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോ പോസിറ്റീവായി എടുത്തുകൊണ്ട് എല്ലാവരും ഇനിയുള്ള ദിനങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കുമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇനിയിപ്പോ നേരത്തെയൊക്കെ ഒരു പക്ഷെ സെറ്റ് കിട്ടിയ ആളുകൾ ഉണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കളോ മറ്റോ ഒക്കെ. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനി ചിലപ്പോ HSST നോട്ടിഫിക്കേഷൻ വന്ന ശേഷമായിരിക്കും അവർ പഠിക്കാൻ തുടങ്ങുക. യഥാർത്ഥത്തില് HSST, കോളേജിയേറ്റ്, ഒന്നും വേണ്ട LP, UP തുടങ്ങിയ അറബിക് PSC എക്സാമുകൾ, ആ എക്സാമുകൾക്കൊക്കെ പഠിക്കാനുള്ള സിലബസ് ഏകദേശം സെയിം ആണ്. വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ എക്സ്ട്രാ ഈ പറഞ്ഞ വലിയ തസ്തികകളിലേക്ക് അഥവാ HSSTക്ക് പിന്നെ കോളേജിയേറ്റ് എക്സാമിനൊക്കെ അഡീഷണലായി നോക്കേണ്ടതുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് സെറ്റിന്റെ സിലബസ് നമ്മൾ നോക്കുമ്പോൾ അത്ര തന്നെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും കൃത്യമായി മുൻകാല ചോദ്യപേപ്പറുകൾ അനാലിസിസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെറ്റ് എക്സാമിന് പഠിക്കുന്ന ആ ഒരു പഠനം അത് കൃത്യമായിട്ട് അവർക്ക് HSST എക്സാമിനേഷനും പ്രയോജനപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. കാരണം ആ രൂപത്തിലാണ് സെറ്റിന്റെ ചില ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇപ്പൊ സിലബസ് നമുക്ക് നോക്കുമ്പോൾ ഒരു വൈഡായ സിലബസ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്നാൽ ആ ഒരു സിലബസിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നോക്കുമ്പോഴാണ് ചില ഭാഗങ്ങൾ അല്പം ഡീപ്പായ രൂപത്തിൽ തന്നെ ചോദിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലോ അത് നമ്മൾ പരന്ന ഒരു വായനയുടെ ആവശ്യവുമില്ല. കുറച്ച് വൈഡായ രൂപത്തിലാണ് ഈ ഒരു സെറ്റിന്റെ സിലബസ്, ക്വസ്റ്റ്യൻ സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ വരാറുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് കൃത്യമായി നമ്മൾ ഇപ്പോൾ തന്നെ നല്ലൊരു നോട്ട് ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും മുമ്പൊക്കെ സെറ്റ് എഴുതിയ ആളുകൾ അവര് HSST എക്സാമിനേഷന് വേണ്ടി പുതിയൊരു നോട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ പുതിയതായ ഒരു പഠനമൊക്കെ ആരംഭിക്കുമ്പോഴേക്കും നമ്മൾ സെറ്റിന് വേണ്ടിയിട്ട് നന്നായി നോക്കി ആ ഒരു സെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിലായിരിക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരികയും അപ്പൊ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ നോട്ട് ഒന്നുകൂടി ഒരു ചെറിയൊരു റിവിഷൻ നടത്തുക, അഡീഷണലായി ആ ഒരു HSSTയുടെ സിലബസിൽ വരുന്ന ഭാഗങ്ങൾ നോക്കുക എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ടാസ്ക് എന്ന് പറയുന്നത്. അതാവട്ടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ആ ഒരു HSST തന്നെ നേടിയെടുക്കുക എന്നുള്ളതിലേക്ക് ഏറ്റവും വലിയ സഹായകമാവും എന്നുള്ള ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് എല്ലാവരും പോസിറ്റീവായി എടുത്തുകൊണ്ട് ഇനിയുള്ള ദിനങ്ങൾ പ്രത്യേകം പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ട്സ് അതേപോലെ ക്ലാസ്സുകള്, മോഡൽ ടെസ്റ്റുകൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടും നമ്മളത് കൃത്യമായി ഫോളോ ചെയ്യാതെ എക്സാമിനോട് അടുപ്പിച്ച് മാത്രം നോക്കുന്ന ഒരവസ്ഥയിൽ നമുക്കത് ഗുണം ചെയ്യല്ല. മാത്രമല്ല എന്നിട്ട് നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാതെ വരികയും നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ നേരത്തെ നമ്മുടെ കൂടെ പഠിച്ച ആളുകളൊക്കെ അവര് സെറ്റ് ക്വാളിഫൈ ചെയ്ത് HSSTക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ സെറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കാത്ത ഒരു സന്ദർഭം വരുമ്പോൾ നമുക്കത് ഖേദമായി മാറും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് സമയം എടുത്ത് പഠിക്കായിരുന്നു എന്നൊക്കെ നമുക്ക് ആ സമയത്ത് തോന്നിയത് കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത് നമുക്കറിയാം. മറിച്ച് ഇപ്പൊ നിങ്ങൾ അല്പം കഷ്ടപ്പെട്ട് പഠിക്കുകയാണ് എങ്കിൽ, കുറച്ച് കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അതിന്റെ ഫലം
അതിന്റെ മധുരം നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ എക്സാമിൽ മാത്രമല്ല ശേഷം വരുന്ന PSC HSSC എക്സാമിനേഷനൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള ദിനങ്ങൾ ചെലവഴിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. ഏതൊരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. നമ്മൾ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ടോ അതേപോലെ തന്നെ നോട്ട്സ് ക്ലാസ്സുകൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ടോ ഒന്നും നമുക്ക് ലക്ഷ്യത്തിലെത്തുക സാധ്യമല്ല. മറിച്ച് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ആദ്യം നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക വേണം. എനിക്ക് ഈ തവണ സെറ്റ് ക്വാളിഫൈ ചെയ്യണം, അടുത്ത വരാനിരിക്കുന്ന HSSC എക്സാം എന്തായിരുന്നാലും എനിക്ക് പിടിക്കണം എന്നൊരു അതിയായ ആഗ്രഹം, ഒരു ഗോൾ നമുക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പഠനത്തെ നമ്മുടെ സമയത്തെ നമ്മൾ ക്രമീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ നമ്മുടെ ഗോള് നമ്മൾ സെറ്റ് ചെയ്യുക, അതിനനുസരിച്ച് ഇനിയുള്ള ദിനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് നീക്കുക എന്നാണ് എല്ലാവരോടും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന ആളുകളായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. 2 പേപ്പറാണ് നമുക്കുള്ളത്. പേപ്പർ 1 ജനറൽ പേപ്പറും പേപ്പർ 2 അറബിക്കും. പേപ്പർ 1 120 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരുന്നത്. അതേപോലെ തന്നെ പേപ്പർ 2 120 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം, അങ്ങനെ ടോട്ടലി 240 മാർക്കിലാണ് നമ്മുടെ എക്സാം ഉള്ളത്. എന്ന് വെച്ചാൽ 120 മാർക്കിന് അറബിക്കും 120 മാർക്കിന് ജനറൽ പേപ്പറും. ഇതാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അതിലിപ്പോ സാധാരണ എല്ലാ ഇപ്പോ കോമ്പറ്റേറ്റീവ് എക്സാമുകളും വരുന്ന പോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യന് 4 ചോയ്സ് ഉണ്ടാവും. അതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കാനാണ് ഉള്ളത്. OMR എക്സാം ആണ് വരുന്നത്. ഇതൊക്കെ അറിയുന്ന ആളുകളാണ്. എന്നാലും ഒന്നുകൂടെ ഒന്ന് നമ്മുടെ മനസ്സിലൊന്ന് ഉറപ്പിക്കുക, എന്നിട്ട് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോ MA ക്വാളിഫൈ ചെയ്ത ആളുകളാണ്, അതേപോലെ തന്നെ B.Edഉം ഉള്ള ആളുകളായിരിക്കും. അതല്ലെങ്കിൽ ചിലരെങ്കിലും അതിലിപ്പോ ഒരു പക്ഷേ ഇപ്പോൾ MA കഴിഞ്ഞ് B.Ed സെക്കൻഡ് ഇയർ ആയിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ B.Ed കഴിഞ്ഞ് MA സെക്കൻഡ് ഇയർ ആയിട്ടുള്ള ആളുകളായിരിക്കും. എന്തായിരുന്നാലും ഈ സെറ്റ് എഴുതാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് MA + B.Ed ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഉത്തരവും കൂടി അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ലഭിക്കുന്നത്. എന്നിട്ട് മാസ്റ്റർ ഓഫ് ആർട്സ് നേടിയ നമ്മൾ, അതേപോലെ തന്നെ പിന്നെ ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ നേടിയ നമ്മൾ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഓപ്ഷൻസ് അടക്കം അല്ലെങ്കിൽ ആൻസർ അടക്കം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിട്ടിയിട്ട് അതിൽ നിന്ന് ആകെ നമുക്ക് ജയിക്കാൻ വേണ്ടത് എത്രയാണ്? നെഗറ്റീവ് മാർക്ക് നമ്മുടെ മുമ്പിൽ ഇല്ല. ഈ 240 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തു, നമുക്ക് അറിയാത്തതാണ് അതിൽ കൂടുതലെങ്കിൽ പോലും അതിൽ തെറ്റിയാൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. അല്ലെ, നെഗറ്റീവ് മാർക്ക് വന്നാലുള്ള അവസ്ഥ PSC എക്സാം എഴുതിയ ആളുകൾക്ക് അറിയാം. അല്ലെ, നമ്മള് പിന്നെ ഒരുപാടെണ്ണം അറിയുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ടാവും, എന്നാൽ കുറച്ചെണ്ണം അറിയാത്തത് നമ്മൾ എഴുതിയതിന്റെ ഫലമായിട്ട് ഒരുപാട് മാർക്ക് ഒരു പക്ഷേ PSCക്കൊക്കെ നഷ്ടപ്പെട്ട ആളുകളായിരിക്കും നമ്മൾ. പക്ഷേ സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് മാർക്ക് ഇപ്പോൾ ഇല്ല. ഞാൻ അങ്ങനെ തന്നെ അടിവരയിട്ട് പറയുന്നു, ഇപ്പോൾ നെഗറ്റീവ് മാർക്ക് ഇല്ല. ഒരു പക്ഷേ നമ്മളിപ്പോ ഒന്നും കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാതെ അങ്ങനെ ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി അടുത്ത 1-2 എക്സാമുകൾക്ക് ശേഷം നെഗറ്റീവ് മാർക്ക് വരില്ല എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് പിന്നെ ഒന്നുകൂടി കഷ്ടപ്പാടായിരിക്കും ഇതൊക്കെ നേടിയെടുക്കാൻ. ഇപ്പോ എന്തായിരുന്നാലും നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പോ ഈ 240 നമുക്ക് ആകെ ലഭിക്കേണ്ടത്, ഇപ്പൊ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടത് 120ന്റെ 48%, അല്ലെങ്കിൽ 240ന്റെ 48% ലഭിക്കേണ്ടത്. OBC-കാർക്കാണെങ്കിലോ 42% പാസ്സാവാൻ ലഭിക്കേണ്ടത്. അതായത് ഓരോ പേപ്പറിലും ടോട്ടലി നമുക്ക് ലഭിക്കേണ്ടത്
240-ൽ 108 മാർക്ക് മാത്രമേ നമുക്ക് ലഭിക്കേണ്ടതുള്ളൂ, അഥവാ 45%. എന്നാലോ ഓരോ പേപ്പറിലും മിനിമം 35% ലഭിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ 42%. OBC-കാരായിരിക്കും കൂടുതൽ ഈ കൂട്ടത്തിൽ ഉണ്ടാവുക. അപ്പോ ജനറൽ പേപ്പർ ഒരു പക്ഷെ നമുക്ക് ടഫാണെന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ നമ്മൾ ആകെ എന്ത് ചെയ്താൽ മതി, 42 മാർക്ക് നമ്മൾ നേടിയെടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ 108 ആവാൻ ബാക്കിയുള്ളത് അറബിക്കിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 240-ൽ ടോട്ടലി 108 മാർക്ക് ലഭിച്ചാൽ നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാണ്. നമ്മൾ അറബിക്കിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളുകളാണ്. അതോടൊപ്പം പ്ലസ് നമുക്ക് ജനറൽ പേപ്പറിന് ഏറെ സഹായകമാവുന്നതാണ് നാം ചെയ്ത BEd എന്ന് പറയുന്നത്. ബാച്ചലർ ഇൻ എഡ്യൂക്കേഷൻ നേടിയ ആളുകളാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ പേപ്പറിലെ ഒരുപാട് ഭാഗങ്ങൾ പഠിക്കാൻ വളരെ സഹായകമായിരിക്കും BEd കഴിഞ്ഞ ആളുകൾ എന്ന നിലയിൽ. ഒന്നുകൂടി അപ്പൊ അതില് നമ്മളിപ്പോ മറന്ന ആളുകളൊക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഭാഗത്ത് നിന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. കാരണം MA BEd ഉള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം 240-ൽ 108 മാർക്ക് നേടുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. അതും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനും ആൻസറും നമ്മുടെ മുമ്പിൽ ഇങ്ങോട്ട് ലഭിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഒരു 108 മാർക്ക് 240-ൽ നേടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട കാര്യമാണെന്നുള്ളത് പറയേണ്ടതില്ല. തീർച്ചയായും നമുക്കത് കിട്ടുക തന്നെ ചെയ്യും. അതില് കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യരുത്. അതും പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. കാരണം മറ്റു എക്സാമുകളെ അപേക്ഷിച്ച് എന്ന് വെച്ചാൽ ഇപ്പോ പിന്നെ കേട്ടറ്റ് ആവട്ടെ, നെറ്റ് ആവട്ടെ, ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് വിജയ ശതമാനം അറബിക്കിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെറ്റിലാണ് പൊതുവെ ആളുകൾക്ക് വിജയ ശതമാനം കുറവുള്ളത്. അവിടെയും പറയുന്നു ഫോക്കസിൽ നമുക്ക് റിസൾട്ട് കൂടുതൽ സാധാരണഗതിയിൽ സെറ്റിന് ഉണ്ടാവാറുണ്ട്. പക്ഷെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഒരു ചാൻസ് നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോ ലഭിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ എക്സാം ഇൻഷാല്ല ജൂലൈയിലായിരിക്കും നടക്കുക. അപ്പൊ അതിനു മുമ്പ് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് മോഡൽ ടെസ്റ്റുകൾ അതിപ്പോ ജനറൽ പേപ്പറിലായിരുന്നാലും അതേപോലെ തന്നെ പിന്നെ അറബിക്കിലായിരുന്നാലും നിങ്ങൾക്ക് ലഭിക്കും ക്ലാസ്സുകൾക്ക് പുറമെ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അവയൊക്കെ ഉപയോഗപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാല്ല വരും ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ അതേപോലെ തന്നെ സിലബസിന്റെ രൂപം എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി അടിവരയിടാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ ഈ പറഞ്ഞ 240-ൽ നമുക്ക് 108 മാർക്ക് ലഭിക്കേണ്ടതിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞ് വരും ഭാവിയിൽ ഒരു പക്ഷെ നെഗറ്റീവ് മാർക്ക് വരികയാണെങ്കിൽ നമുക്കത് നമ്മുടെ മുമ്പിൽ വലിയൊരു വിനയായി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലാത്ത ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, വേഗം പ്രിപ്പയർ ചെയ്ത് ഈ ജൂലൈയിൽ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക. തൊട്ടടുത്ത് വരാനിരിക്കുന്ന HSST എക്സാമിനേഷന് നമുക്ക് ഈ ഒരു പഠനം വളരെയധികം സഹായകമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് അതിൽ നിങ്ങൾ പിന്നെ അറബിക്ക് ജനറൽ പേപ്പർ നിങ്ങൾ നന്നായി നോക്കണം. അതോടുകൂടെ തന്നെ അറബിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഒരു ലക്ഷ്യവും കൂടി മുന്നിൽ കണ്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. നേരത്തെ നസ്രുദ്ദീൻ സാർ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് സിലബസ് നന്നായിട്ട് നമ്മൾ പഠിക്കുക, രണ്ടാമത് ഓൾഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ നിന്നും വിഭിന്നമായി സെറ്റിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏകദേശം ഒരുപാട് സെറ്റ് 20-ലധികം സെറ്റ് ക്വസ്റ്റ്യൻസ് ജനറൽ പേപ്പറും അറബിക്കും നമുക്ക് LBS സെന്ററിന്റെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ലഭിക്കും. എന്നുവെച്ചാൽ നമുക്ക് PDF ആയി ലഭിക്കും എന്നർത്ഥം. അപ്പോ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ, നാളെ മുതലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുക. ആ നാളേക്ക് നിങ്ങൾ കാത്തു നിൽക്കാതെ
ആദ്യം ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പിന്നെ ഇപ്പൊ അറബിക് ആണെങ്കിൽ അറബിക് എടുക്കുക. എന്നിട്ട് അതിലെ ഒരു 40 ക്വസ്റ്റ്യനെങ്കിലും ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. എന്നിട്ട് തൊട്ടടുത്ത ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വെക്കേഷൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ആളുകൾ അടുത്ത 40 ക്വസ്റ്റ്യൻ അടുത്തൊരു ആ ദിവസം തന്നെ അടുത്തൊരു സമയത്ത്, പിന്നെ അടുത്തൊരു സമയത്ത് 40 ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു ദിവസം മിനിമം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്ത് പോകണം. അതിലിപ്പോ എല്ലാം നമുക്ക് കിട്ടുന്നാവില്ല. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു 20 ക്വസ്റ്റ്യനെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. എന്നാലും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് വായിക്കുക. എന്നിട്ട് കിട്ടാത്ത ഭാഗങ്ങൾ ഒന്നുകിൽ നമ്മൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ഔട്ട് എടുത്തതാണെങ്കിൽ അതിൽ അടിവരയിട്ട് വെക്കുക. എന്നിട്ട് അത് ഉടനെ തന്നെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും നമ്മൾ അത് അടിവരയിട്ട് വെച്ചാൽ നമ്മുടെ മനസ്സിൽ അവിടെ ഉണ്ടാവും. എന്നാൽ പിന്നീട് നമുക്ക് ക്ലാസ് കേൾക്കുന്ന സമയത്തൊക്കെ നമുക്കത് ഓർത്തെടുക്കാനും ഈ ഭാഗം ഇന്ന ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് അവിടെ മനസ്സിൽ പതിയാനൊക്കെ നമുക്ക് സഹായകമായി മാറും. അതേപോലെ തൊട്ടടുത്ത് പിന്നെ അടുത്ത സെറ്റ് എന്ന് വെച്ചാൽ അതിന്റെ തന്നെ ജനറൽ പേപ്പർ, അതേപോലെ അതിന് തൊട്ട് മുമ്പ് നടന്ന എക്സാമുകളുടെ, ഇതിങ്ങനെ കൃത്യമായി പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സെറ്റും തൊട്ടടുത്ത് വരാനിരിക്കുന്ന HSST എക്സാമിനേഷനൊക്കെ നമുക്ക് എളുപ്പമായി മാറും എന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ അതോടൊപ്പം നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ പിന്നെ ഏറ്റവും പോസിറ്റീവായി എടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ സമാന ചിന്താഗതിക്കാരായ ആളുകളാണ് ഈ ഗ്രൂപ്പിലുള്ളത് അല്ലേ. കാരണം എല്ലാവരും സെറ്റ് എങ്ങനെയെങ്കിലും ക്വാളിഫൈ ചെയ്യണം, അതേപോലെ തന്നെ ഇത്തവണ തന്നെ ക്വാളിഫൈ ചെയ്യണം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഒരു പിന്നെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. സാധാരണ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ സ്വന്തമായിട്ട് പഠിക്കാൻ നിൽക്കും. അപ്പോൾ കുറച്ചൊന്നും നമ്മൾ നോക്കിയിട്ട് പിന്നെ പിന്നോട്ട് പോകുന്നുള്ളത് കൊണ്ട് ആരെയെങ്കിലുമൊക്കെ നമ്മൾ കൂട്ടാൻ നോക്കും കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ അത്ര തന്നെ ആവേശം മറ്റുള്ളവർക്ക് ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്യും, 1-2 ദിവസമൊക്കെ അവർ കിട്ടും, പിന്നെ അവർ പോകും. അപ്പൊ നമ്മുടെ പഠനം അവിടെ നിൽക്കും. വീണ്ടും നമ്മൾ ആരെയെങ്കിലും നോക്കും, കുറച്ച് ആയിട്ട് പഠനം മുന്നോട്ട് പോകും, പക്ഷെ വീണ്ടും പാതി വഴിയിൽ പഠനം നിൽക്കുക ചെയ്യുക. കാരണം നമ്മുടെ ആവേശം മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും ഫീ അടച്ച് ജോയിൻ ചെയ്തത് എങ്ങനെയെങ്കിലും നേടണം എന്നുള്ളവർക്കാണ് എന്ന് വിചാരിച്ചിട്ടും എല്ലാവർക്കും നമ്മുടെ അത്ര തന്നെ മോട്ടിവേഷൻ ഒരു പക്ഷേ ഉണ്ടാവില്ല. എന്നാലും പരമാവധി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു തവണ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവായി എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PYQ 2026 ജനുവരി PYQ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നോക്കുന്നത് നമുക്കിപ്പോ ഗൂഗിൾ മീറ്റ് വഴി എന്ത് ചെയ്യാൻ നോക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റക്ക് നോക്കുന്നതിനേക്കാളും ഒന്നുകൂടെ നമുക്ക് പിന്നെ അവിടെ അത് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഒരാൾക്ക് അറിയാത്തത് മറ്റുള്ള ആളുകൾക്ക് അറിയും. അപ്പൊ ഗൂഗിൾ മീറ്റ് വഴി എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന സമയത്ത് ഇന്ന ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിനൊരു സമയം നിശ്ചയിക്കാം. അപ്പൊ അതിലും ചിലപ്പോ ഒരേ സമയം എല്ലാവർക്കും പറ്റൂല. അപ്പൊ പറ്റുന്ന സമയത്ത് ഇപ്പൊ രാവിലെയാണ് ഒരാൾക്ക് ഒരു ടീമിന് പറ്റുന്നതെങ്കിൽ 2-3 ആള് മതി. ഗ്രൂപ്പിലെ എല്ലാ ആളുകളെയും കാത്തു നിന്നാൽ ഒരു സംഗതി നടക്കൂല. നമുക്ക് നമ്മുടെ സമാന ചിന്താഗതിക്കാരായ നമ്മുടെ സമയത്തിന് യോജിക്കുന്ന ആ ഒരു സമയം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ആളുകളെ നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇപ്പൊ രാവിലെ ഒരു ടീമിന് പറ്റുന്നത് 4 മണിക്കാണ് അല്ലെങ്കിൽ 5 മണിക്കാണെങ്കിൽ ആ ഒരു സമയം അടയ്ക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ തീരുമാനിച്ചാൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് ഇത്തവണ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ വേറൊരു ടീമിന് പറ്റുന്നത് ഈ സമയമൊന്നും പറ്റില്ല, രാത്രിയാണ്. രാത്രി ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ടാവും. ആ ഒരു സമയം മാറ്റുക. ഉദാഹരണമായിട്ട് രാത്രി 7:30 to 8:30 നമ്മുടെ ക്ലാസിന്റെ ഷെഡ്യൂൾ എങ്കിൽ ആ ഒരു സമയം മാറ്റിയിട്ട് ഒന്നുകിൽ പിന്നെ 9:30 മണിക്ക് 1 മണിക്കൂർ നമുക്ക് വായിക്കാം എന്നൊരു തീരുമാനം നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ടായി മാറും. അങ്ങനെ ഈ ഒരു ഗ്രൂപ്പിനെ കൂടി നിങ്ങൾ പോസിറ്റീവായി എടുക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു കോച്ചിങ്ങിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ആ രൂപത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ നല്ല രൂപത്തിൽ ലക്ഷ്യത്തിലെത്താൻ സഹായകമാവുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായിരുന്നാലും നിങ്ങളൊക്കെ ഇത്തവണ ക്വാളിഫൈ ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹവും ആവേശവും കാരണമാണ് ഈ ഒരു ലൈവ് സെഷനിൽ തുടക്കത്തിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇതേ ആവേശം നിങ്ങൾ എക്സാം വരെ തുടർത്തുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റും. അത് നമ്മുടെ കഴിഞ്ഞ കാല ഓരോ റിസൾട്ടും ഇപ്പൊ PSC അതേപോലെ കേട്ടിട്ട് ഇതിലൊക്കെ ഇപ്പൊ സാധാരണ
അൽഹംദുലില്ലാ ഒരുപാട് റിസൾട്ട് ഉണ്ടാവാറുണ്ടെങ്കിലും നമ്മൾ പ്രത്യേകം എടുത്തു പറയാറുള്ളത് സെറ്റിന്റെ റിസൾട്ട് തന്നെയാണ്. കാരണം സെറ്റ് എന്ന് വെച്ചാൽ നമ്മളിതിപ്പോ തുടങ്ങിയത് മുതൽ ഒരുപാട് ബാച്ചിൽ നമുക്ക് കുട്ടികൾ സാധാരണ കുറവുള്ള ഒരു ബാച്ചാണ് ഫോക്കസിന്റെ സെറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുഴപ്പം കൊണ്ട് മാത്രമല്ല, പൊതുവെ സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ കുറവായിരിക്കും. കാരണം MA+B.Ed ആണ് ഇതിന്റെ യോഗ്യത നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളെ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളൂ. എന്നാലും നമ്മൾ സെറ്റിന്റെ കോച്ചിങ് ഓരോ തവണയും അത് 2 തവണ ഒരു വർഷത്തിൽ നടക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നടത്താറുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എത്ര കുട്ടികൾ കുറവായാലും നമ്മൾ നടത്തും. അതിനിപ്പോ ഒരു പക്ഷേ നമ്മൾ ഇതിലേക്കുള്ള തുക അധ്യാപകർക്ക്, ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക്, അതേപോലെ തന്നെ ഇത് ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോ പിന്നെ മറ്റുള്ള ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ ഇനി അടുത്തൊരു ബാച്ചിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടൊക്കെ നമ്മൾ നൽകുന്നത് എന്തുകൊണ്ട് വെച്ചാൽ ഈ ഒരു സെറ്റ് നേടിയെടുക്കുന്ന ആളുകളും മറ്റ് ഇപ്പൊ കേട്ടിട്ടും അതേപോലെ തന്നെ PSC ഒക്കെ നേടിയെടുക്കുന്ന പോലെ തന്നെ സെറ്റ് നേടിയെടുക്കുന്ന ആളുകൾ അറബിക്കിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അൽഹംദുലില്ലാ അത് അതേ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ റിസൾട്ട് ഉയർത്തുന്നതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സെറ്റിന്റെ ബാച്ച് ആരംഭിക്കുന്നത്. നിങ്ങളൊക്കെ അതിന് തയ്യാറാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതില് ഇന്നുള്ള ഈ ഒരു ആവേശം എന്ത് ചെയ്യണം, വരുന്ന ദിനങ്ങളിലും നിങ്ങൾക്കുണ്ടാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോ സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. തൊട്ടടുത്ത് വരാനിരിക്കുന്ന HSST എക്സാമിനേഷൻ ആണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കുള്ള ഒരു മിനിമം യോഗ്യത മാത്രമാണ് സെറ്റ് എന്ന് പറയുന്നത്. ആ സെറ്റ് നേടിയ ഉടനെ തന്നെ ഇൻഷാ അല്ലാഹ് HSST കൂടി നമുക്ക് നേടിയെടുക്കണം. അതുകൂടി ഞാൻ ആഡ് ചെയ്ത് പറയാണ്. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ HSST എക്സാമിനേഷനിൽ എനിക്ക് തോന്നുന്നത് ആദ്യ 10 റാങ്കിൽ ഏകദേശം 1-2 പേരൊഴികെ ആദ്യത്തെ 5 റാങ്ക് എന്തായിരുന്നാലും ഫോക്കസിലെ പിന്നെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അധ്യാപകരോ ആണ്. പിന്നെ ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ 2 പേരൊഴികെ അൽഹംദുലില്ലാ ഫോക്കസ് ഫാമിലി അംഗങ്ങളാണ്. അതേ രൂപത്തിൽ തന്നെ അടുത്ത HSST ബാച്ചിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവണം. HSST ബാച്ചിൽ അല്ല, HSST ലിസ്റ്റ് വരുന്ന സമയത്ത് അതിൽ ആദ്യ റാങ്കിലും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ അർത്ഥത്തിൽ നിങ്ങളുടെ പഠനം തുടർത്തണമെന്ന് മാത്രം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്ഗാഇക്കും വഇലാഹുന അത്റകുക്കും ഫി റായത്തില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസിന്റെ ഷെഡ്യൂള് അതേപോലെ തന്നെ ക്ലാസ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നാളെ ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. ചിലപ്പോ സിലബസിന്റെ രൂപം അറിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ സിലബസും കൃത്യമായിട്ട് ഗ്രൂപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ മോഡൽ ടെസ്റ്റ്, പിന്നെ ക്ലാസ്സുകളുടെ ലിങ്ക്, ക്ലാസ്സുകളുടെ നോട്ട്സ്, PDF നോട്ട്സ്, ഇതൊക്കെ നമുക്ക് 2 മെയിൻ ഗ്രൂപ്പുകളുണ്ട്. ജനറൽ പേപ്പറിന്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതേപോലെ തന്നെ അറബിക്കിന്റെ ഒരു ഗ്രൂപ്പുണ്ട്, മെയിൻ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പുകളിലായിരിക്കും നിങ്ങൾ ലഭിക്കുക. ഇതിന് പുറമെ 2 ഗ്രൂപ്പുകൾ, ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിലേക്ക് കൂടി നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. ആ ആക്ടിവിറ്റി ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ദൂരീകരിക്കാനും അതോടൊപ്പം നിങ്ങളുടേതായ സംഭാവനകൾ നൽകാനുമുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടേതായ സംഭാവന എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാ ക്ലാസ്സുകളും നമ്മൾ മിക്കവാറും പിന്നെ തിയറി ക്ലാസ്സുകൾ മാത്രമല്ല, മറിച്ച് PYQ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒറ്റ ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്നതോട് കൂടെ തന്നെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞോളുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ക്ലാസ്സുകളിൽ വന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിന് സമാനമായ ആ ക്ലാസ്സുകളിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ, ഇനി ഒരാൾക്ക് സാധിക്കുമെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ
ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും മറ്റ് അത് കാണുന്ന ആളുകൾ ആൻസർ ചെയ്യുക. അതിന് അതേ സമാനഗതിയിൽ ഒരു 10 ആളുകൾ എന്ത് ചെയ്യാണ്, ഒരു ദിവസം നമ്മളുടേത് കണ്ട് ഒരു 9 ആൾ കൂടി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടു, അതേപോലെ വേറെ 9 ആള് 5 ക്വസ്റ്റ്യൻ കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് 50 പോയിന്റ്സ് ഒരു ദിവസം മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്ക് ആക്ടിവിറ്റി ഗ്രൂപ്പ് ചലിപ്പിക്കുന്നതിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളാണ് ആക്ടിവിറ്റി ഗ്രൂപ്പ് ചലിപ്പിക്കേണ്ടത് എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതാത് ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾ അതാത് ദിവസം തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, ഒരിക്കലും നീട്ടിവെക്കരുത്. പ്രത്യേകം പറയുന്നത്, നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത ഓരോന്നും നിങ്ങൾക്ക് PDF നോട്ട്, അതേപോലെ തന്നെ ലൈവ് ക്ലാസ് ആണെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വീഡിയോ കൂടി ലഭിക്കും. അപ്പൊ അത് നമുക്ക് ഗുണാണ്. എന്തുകൊണ്ട് വെച്ചാൽ ഇപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം ലൈവ് കേട്ടാലും വീണ്ടും എന്ത് ചെയ്യണം, 1-2 തവണ കേട്ടാലേ ചിലർക്ക് മനസ്സിൽ നിൽക്കുള്ളൂ ചില വിഷയങ്ങൾ. അപ്പോ നമുക്കത് പോസിറ്റീവാണ്, റെക്കോർഡഡ് വീഡിയോ കൂടി ലഭിക്കുക എന്ന് പറയുമ്പോൾ. എന്നാൽ അത് നമുക്ക് വിനയാവുകയും ചെയ്യരുത്. കാരണം ചിലർക്ക് എന്താ വെച്ചാൽ പിന്നെ എന്ത് ചെയ്യും, റെക്കോർഡഡ് വീഡിയോ വരുമല്ലോ, അല്ലെങ്കിൽ വന്നിട്ടുണ്ട്, അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും തിരക്കായിരിക്കും, അപ്പൊ എന്ത് ചെയ്യും, പിന്നെ കേൾക്കാന്ന് വിചാരിക്കും. പിന്നെ അടുത്ത ക്ലാസ് അടുത്ത ദിവസം വരും. ആ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്ത്, കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടില്ല, അതുകൊണ്ട് ആദ്യം അത് കേട്ടിട്ട് എന്ത് ചെയ്യാ, ഇനി രണ്ടാമത്തെ കേൾക്കുക, കാരണം ഇതിന്റെയും റെക്കോർഡഡ് വീഡിയോ കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ പിന്നാണ് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വിചാരിക്കും ഇത് മൊത്തത്തിൽ ഏതായാലും പെൻഡിങ് ആണ്, അപ്പൊ ഇനി ഏതായാലും അല്ലെങ്കിൽ പിന്നെ ഹാൾ ടിക്കറ്റ് വരട്ടെ, അഡ്മിഷൻ ടിക്കറ്റ് വന്നിട്ട് എന്ത് ചെയ്യാ, ഒന്നിച്ചണ്ട് ഇരുന്നാണ് നോക്കാന്ന് വിചാരിക്കും. അത് പിന്നെ നോക്കലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, തുടക്കം മുതൽ തന്നെ, അഥവാ ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായാൽ തൊട്ടടുത്ത ദിവസത്തെ ക്ലാസ് വന്നാലും ഇനി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനു മുമ്പ് തന്നെ വേഗം എന്ത് ചെയ്യാം, നമ്മുടെ തിരക്ക് കഴിഞ്ഞ ഉടനെ നമ്മൾ ആ വന്ന ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അറബിക് ആൻഡ് ജനറൽ മിനിമം മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, മിനിമം മാർക്ക് ഓരോന്നിലും നമ്മൾ 42 മാർക്ക് ലഭിക്കണം. വെച്ചാൽ 35%, അഥവാ 120ന്റെ 35% എന്ന് പറയുന്നത് 42 മാർക്കാണ്. അത് മിനിമം കിട്ടണം. എന്നാൽ രണ്ടും കൂടെ കൂട്ടിയാൽ ഒരാൾക്ക് എന്ത് ചെയ്തു വെച്ചാൽ 42 മാർക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, അറബിക്കിൽ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മറ്റേതില് ജനറൽ പേപ്പറിലും 42 കൂടി കിട്ടിയാൽ പോരാ. ജനറൽ പേപ്പറിനും കൂടി 42 കിട്ടിയാൽ എത്രയാവുള്ളൂ, 42 84 മാർക്കേ ആവുള്ളൂ. പക്ഷെ ജയിക്കണമെങ്കിൽ ടോട്ടൽ എത്ര കിട്ടണം, 240ൽ 108 മാർക്ക് കിട്ടണം. അപ്പോ ആ 108 മാർക്ക് കിട്ടാൻ അയാൾ എന്ത് ചെയ്യണം വെച്ചാൽ 66 മാർക്ക് അപ്പം ജനറൽ പേപ്പറിന് വാങ്ങണം. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഒരാൾക്ക് എന്ത് ചെയ്തു, 42 മാർക്ക് ജനറൽ പേപ്പറിന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 108 ആവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 66 മാർക്ക് അറബിക്കിൽ നിന്ന് നേടിയെടുക്കണം. അഥവാ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 45% മാർക്ക് കിട്ടണം എന്നർത്ഥം. 108 മാർക്ക് കിട്ടണം. 240ന്റെ 45% കിട്ടിയാലേ അയാൾ എന്ത് ചെയ്യുള്ളൂ, സെറ്റ് ക്വാളിഫൈ ആവുകയുള്ളൂ എന്നതാണ് ഈ പറഞ്ഞ 45% എന്ന് പറഞ്ഞത്. 240ന്റെ 45% എന്ന് പറഞ്ഞാൽ 108. അപ്പൊ ഈ 108 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല, ഒരു പേപ്പറിൽ 54 മറ്റേ പേപ്പറിൽ 54 കിട്ടേണ്ടെന്നർത്ഥം. ഒരാൾക്കിപ്പം ജനറൽ പേപ്പർ പ്രയാസമാണ്, അപ്പൊ അയാൾ എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും ആയിട്ട് ഒരു 42 മാർക്ക് നേടിയെടുക്കാൻ ശ്രമിച്ചാൽ മതി. ഇനി വേറൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജനറൽ പേപ്പർ എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അയാൾ അറബിക്കിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, 42 മാർക്കും ബാക്കി 108 ആവാൻ 66 മാർക്ക് ജനറൽ പേപ്പർ നേടിയെടുത്താൽ മതി. എങ്ങനെങ്കിലും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 108 കിട്ടുകയും വേണം. മിനിമം ഓരോ പേപ്പറിലും 42 മാർക്ക് കിട്ടുകയും വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരാൾക്ക് എന്ത് ചെയ്തു, ഇപ്പൊ 120
മാർക്കിൽ 108 മാർക്ക് അറബിക്കിൽ കിട്ടിയെന്ന് വിചാരിച്ചോളി, അല്ലെങ്കിൽ ജനറൽ പേപ്പറിൽ തന്നെ 108 മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചോളി. പക്ഷെ ജനറൽ പേപ്പറിൽ അയാൾക്ക് ആകെ 30 മാർക്ക് കിട്ടിയിട്ടുള്ളൂ, പാസ്സാവൂല എന്നർത്ഥം. മിനിമം എത്ര വേണം? 42 ഓരോ പേപ്പറിലും വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ അറബിക്ക് മാത്രമാണ് നോക്കി ജനറൽ പേപ്പർ തീരെ നോക്കാത്ത അവസ്ഥ ഉണ്ടാവരുത് എന്നർത്ഥം. നോക്കിയാൽ കിട്ടും. കാരണം എനിക്ക് തീരെ പിന്നെ പോകില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ബാച്ചിലൊക്കെ അൽഹംദുലില്ലാ നല്ല റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. എക്സാമിന് ടൈം പിന്നെ 2 മണിക്കൂറാണ് ഒരു എക്സാമിന് ഉണ്ടാവുക. എന്ന് വെച്ചാൽ പേപ്പർ 1-ന് 120 ക്വസ്റ്റ്യന് 2 മണിക്കൂർ, അതേപോലെ തന്നെ പേപ്പർ 2 അറബിക്കിനും 2 മണിക്കൂർ, രാവിലെ 2 മണിക്കൂറും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കൂറും, അങ്ങനെയാണ് എക്സാം ഉണ്ടാവാറുള്ളത്. ജനറൽ പേപ്പറിൽ നമുക്ക് വരുന്ന മൊഡ്യൂള് കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഗ്രൂപ്പിൽ അറിയിക്കും. അല്ലെ ഓരോ മൊഡ്യൂളിൽ നിന്നും സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സെറ്റിന്റെ ജനറൽ പേപ്പറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെ തന്നെയാണ്. എല്ലാ മൊഡ്യൂളിൽ നിന്നും സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതിൽ ഒന്നുകൂടെ നമ്മൾ BEdന് പഠിച്ച ഈ പിന്നെ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട തിയറികൾ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക. നമുക്കൊന്നുകൂടെ അത് എളുപ്പമായിരിക്കും. പിന്നെ അതിന് പുറമെ കുറച്ച് പിന്നെ ജനറൽ വിഷയങ്ങൾ കൂടെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതിലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ ജനറൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഉള്ള ക്ലാസ്സുകളും കിട്ടും. പിന്നെ അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമ്മുടെ ഒരു ഭാഗത്ത് നിന്നുള്ളൊരു നോട്ടവും കൂടി ഉണ്ടാവുക. അതിന് ഏറ്റവും നല്ലത് ഈ പറഞ്ഞ പോലെ PYQ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസം കുറച്ചെങ്കിലും നോക്കി പോവാം. ഈ PYQ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ജനറൽ പറയുമ്പോൾ ചിലർക്ക് ഇപ്പോ ഇംഗ്ലീഷ് അത്ര തന്നെ പോവാത്ത ആളുകളായിരിക്കും മിക്കവാറും ആളുകൾ. എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, തീരെ നോക്കാതിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് ഇപ്പൊ ഒരു പേപ്പർ നോക്കി കഴിയുമ്പോൾ ആ പേപ്പറിൽ ജനറൽ പേപ്പർ ആദ്യമൊക്കെ നോക്കുമ്പോൾ ചിലപ്പോ 120 ചിലപ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ അതും ഉണ്ടാവില്ല ചിലരെ സംബന്ധിച്ചിടത്തോളം. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അങ്ങനെ കുറച്ച് നമ്മൾ നിരന്തരം ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരുന്നാൽ ഒരു സംശയമില്ല, നമുക്ക് ഈ 42 മാർക്ക് നേടാവുന്ന രൂപത്തിലേക്കൊക്കെ ഉയരാൻ എന്തായിരുന്നാലും സാധിക്കും. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് എൻ്റെ അനുഭവമാണ്. അത് പറയുന്നതിൽ എനിക്ക് ഒരു മടിയില്ല. പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഇതേ ചിന്താഗതി ഉള്ള ആളായിരുന്നു. അതായത് 2009 PG കഴിഞ്ഞ് 2011 ഞാൻ BEd കഴിയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ സമയത്ത് PGയും BEdും കഴിഞ്ഞ ആളെന്നുള്ളവർക്ക് ഞാൻ ഈ ഫീൽഡിൽ നിന്നൊക്കെ മാറി ബിസിനസ് ഫീൽഡിലായിരുന്നു കച്ചവടത്തിലായിരുന്നുണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ പോലും എന്ത് ചെയ്യും, ഒന്ന് എല്ലാവരെയും കാണാനുള്ള ഒരു സന്ദർഭം എന്നുള്ള നിലയിൽ എന്ത് ചെയ്യും, ഇതേപോലെ സെറ്റിന് സമയമാകുമ്പോൾ അന്ന് കൂടെ പഠിച്ച നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി അറിഞ്ഞ് സെറ്റിന് അപ്ലൈ ചെയ്യും, നെറ്റിനും അപ്ലൈ ചെയ്യും. 4 തവണ അന്ന് സെറ്റും എഴുതിയിട്ടുണ്ട്, നെറ്റും എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അന്ന് എങ്ങനെ പോയി എഴുതിയെന്ന് ചോദിച്ചാൽ, എന്തായിരുന്നാലും ഇപ്പൊ നമ്മള് അറബിക്ക് അത്യാവശ്യം നമുക്ക് അറിയാലോ, കാരണം MA BEd ഒക്കെ കഴിഞ്ഞതാണ്. എന്നാലോ ജനറൽ പേപ്പർ അതിനിപ്പോ നോക്കിയിട്ട് എന്തായാലും കാര്യമില്ല എന്നുള്ളത്, സിലബസ് പ്രത്യേകിച്ച് സിലബസ് ആയിട്ട് ബന്ധപ്പെട്ടൊന്നും നോക്കൂല. പക്ഷെ എക്സാം ഇതേപോലെ എന്ത് ചെയ്യും, പോയി എഴുതും. 4 തവണ എഴുതി, കിട്ടിയിട്ടില്ല. അതേ ഞാന് പിന്നെ എഴുതുന്നത് 2019 അപ്പൊ ആ സമയത്ത് എനിക്ക് എഴുതുന്ന സമയത്ത് എനിക്കൊരു 7-8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ എഴുതുമ്പോൾ എനിക്ക് കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അന്ന് ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ ഈ സിലബസ് എടുത്ത് മുമ്പ് എനിക്ക് കുറച്ചെങ്കിലും ടച്ച് ഉണ്ടായിരുന്നത് അറബിക്ക് ടച്ച് ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും ടച്ച് പാടെ വിട്ട് പിന്നെ കേട്ടറ്റിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് നോക്കുന്നത്. അതേപോലെ തന്നെ ഫോക്കസിലേക്ക് ഇങ്ങനെ ഫോക്കസ് തുടങ്ങുന്നതിന്റെ കുറച്ച് മുമ്പുള്ള ഒരു സമയമാണ്. പിന്നെ ആ ഒരു നെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, അതേപോലെ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, അതിനിടയിലാണ് സെറ്റിന് കൂടി നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ജനറൽ പേപ്പറിന് കൂടെ കുറച്ച് സമയം നീക്കി വെച്ചു. അൽഹംദുലില്ലാഹ് 3 കോമ്പറ്റേറ്റീവ് എക്സാമും അഥവാ കേട്ടറ്റും സെറ്റും നെറ്റും ഞാൻ നേടുന്നത് 2019. അത് ഞാൻ ഒരിക്കലും എന്റെ വലിപ്പം പറയാനല്ല, മറിച്ച് ഇതിൽ ഇപ്പൊ ഈ ശബ്ദം കേൾക്കുന്നവരിൽ പലരും ഒരുപക്ഷെ ഇതേപോലെ ടച്ച് വിട്ട ആളുകൾ ഉണ്ടാവും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ
തൊട്ട് മുമ്പ് MAയോ BEdോ ഒക്കെ കഴിഞ്ഞ ആളുകളായിരിക്കും. ഒരു 2-3 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഇപ്പൊ തൊട്ടടുത്ത് മുമ്പ് വർഷമൊക്കെ കഴിഞ്ഞ ആളുകളായിരിക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പൊ നിങ്ങളൊക്കെ ഒന്നുകൂടി ട്രൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സെറ്റ് മാത്രമല്ല, ഇൻഷാ അള്ളാ കുറച്ചുകൂടി വ്യവസ്ഥാപിതമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് HSSCയിൽ തന്നെ ആദ്യ റാങ്കിൽ എത്താനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്താനാണ്. വേണ്ടത് എന്താണ്? കൃത്യമായ സിലബസ് ഓറിയന്റഡ് ആയ പഠനമാണ്. അപ്പൊ അതില് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഭാഗം നിങ്ങൾ ഈ ഒരു PYQ നോക്കാൻ തന്നെ കണ്ടെത്തുക. അതില് ആ നോക്കുന്ന സമയത്ത് കുറെ നമുക്ക് മനസ്സിലാവാത്ത ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ ഈ ഗ്യാപ്പൊക്കെ വന്ന സമയത്തും ഞാൻ പിന്നെ പഠിക്കുന്ന സമയത്ത് വെച്ചാൽ എനിക്ക് ആ സമയത്ത് 3 മക്കളുണ്ട്. എൻ്റെ വൈഫാണെങ്കിൽ അവള് PhD ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിനും പുറമെ ഞാൻ എൻ്റെ ഷോപ്പുമായി ബന്ധപ്പെട്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോയ വൈകുന്നേരം എത്തുക. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ രാത്രി വീട്ടിലെത്തിയ ശേഷമാണ് പിന്നെ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിരുന്നത്. പക്ഷെ അപ്പം എന്ത് ചെയ്തതിന് കുറച്ച് കൂടുതൽ സമയം ഞാൻ ഇരുന്നിട്ടുണ്ട്. രാത്രി കുറെ സമയം ഇരുന്നിട്ടൊക്കെ തന്നെയാണ് പഠിച്ചത്. പക്ഷെ എന്നാൽ പോലും അപ്പൊ മനസ്സിലാവാത്തത് വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ വായിക്കും. കുറെ സമയമെടുത്ത് നോക്കിയത് കൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാ ആ സമയത്ത് നേടിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ എത്ര അതിന് പ്രാധാന്യം കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് മനസ്സിലാവലും. ഇനി മനസ്സിലായിട്ടില്ല എങ്കിലും നമ്മൾ കുറച്ചുകൂടെ സമയം അതിനു വേണ്ടി ചെലവഴിക്കുകയും ചെയ്യാം. എന്നതല്ലാതെ ആകെപ്പോ ഫോക്കസിലെ മുൻ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ആകെപ്പോ ഒരു 549 റുപ്യ അല്ലെ ഇപ്പൊ ഈ ഒരു കോഴ്സിനുള്ളൂ എന്ന് വിചാരിച്ച് ചെറിയൊരു പൈസ അടച്ച് അതെങ്ങനെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പറയാനുള്ളത് കിട്ടൂല എന്നുള്ളതാണ്. നേരെ മറിച്ച് 549 ഉറുപ്പ്യാണെങ്കിൽ നിങ്ങൾക്ക് 5000 അല്ലെങ്കിൽ 6000 റുപ്യ കൊടുത്താലും നഷ്ടമില്ലാത്ത നല്ലൊരു കോഴ്സാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ. ആ അർത്ഥത്തിൽ നിങ്ങൾ മൂല്യവത്തായ ഒരു കോഴ്സായി മനസ്സിലാക്കി ഈ ഒരു കോഴ്സ് കൃത്യമായി ഫോളോ ചെയ്ത് അതിനോടനുബന്ധിച്ച് നിങ്ങളുടെ സമയം PYQ നോക്കാൻ കൂടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റുമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ PYQ കിട്ടുന്ന സൈറ്റൊക്കെ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയക്കുന്നതായിരിക്കും. നിങ്ങൾ നോക്കിയാൽ മാത്രം മതിയാവും. ആ സൈറ്റിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ അയക്കും. സൈറ്റ് നമ്മളിപ്പോ സെറ്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന സൈറ്റ് തന്നെയാണ്. LBS സെന്റർ എന്നടിച്ചു കൊടുത്താൽ മതി. LBS സെന്റർ എന്നടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ആ LBS സെന്ററിന്റെ സൈറ്റിൽ കയറിയാൽ സെറ്റ് എന്ന് പറഞ്ഞ പിന്നെ ലിങ്ക് ഉണ്ടാവും. അതിലൂടെ കയറിയാൽ തന്നെ കിട്ടും. ഞാൻ അതല്ലെങ്കിൽ സെറ്റ് ഓൾഡ് ക്വസ്റ്റ്യൻസ് എന്നടിച്ചെടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ LBS സെന്ററിന്റെ സൈറ്റിലേക്ക് തന്നെയാണ് പോവാം. അതിന്റെ ലിങ്ക് ഏതായാലും സാറ് ഗ്രൂപ്പിൽ അയച്ചു തരും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നേരിട്ട് എടുക്കാവുന്നതുമാണ്.